ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും അതുപോലെ തന്നെ നിങ്ങൾ ലീഡ് കോഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന ടൈമിൽ മറ്റുള്ള ഡെവലപ്പേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അരേന്റെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ആണ്. ഞാനിവിടെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡിങ് ആൻഡ് റിമൂവിങ് എലമെന്റ്സ്. എങ്ങനെയാണ് എലമെന്റ്സ് അരയിലോട്ട് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അരയിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് അതിൽ വരുന്ന മെത്തേഡാണ് പുഷ് എന്ന് പറയുന്നത്. ആഡ്സ് വൺ ഓർ മോർ എലമെന്റ്സ് ടു ദ എൻഡ് ഓഫ് ദ അരേ. അതായത് ഒരു അരേന്റെ എൻഡിങ്ങിലോട്ട് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എലമെന്റ്സിനെ ആഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് പുഷ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കോൺസ്റ്റ് ARR എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു അരേ കൊടുക്കാം. നമുക്ക് അരയിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് എലമെൻറ്റ്സ് കൊടുക്കാം. 1 2 3 4. ഓക്കെ, 4 എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, പുഷ് ചെയ്യണം. ഇതിൻ്റെ എൻഡിങ്ങിലോട്ട് നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ARR ഡോട്ട് പുഷ് നമുക്ക് 5നെ പുഷ് ചെയ്യാം. ഓക്കെ, 5നെ പുഷ് ചെയ്യാം. 5നെ പുഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിൽ അത് പ്രിന്റ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ എന്താണ് ARR തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ഇത് റൺ ചെയ്യാണ്. റൺ ചെയ്ത ടൈമിൽ നമുക്ക് 1 2 3 4 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുഷ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് എൻഡിങ്ങിലോട്ട് എലമെന്റ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അവിടെ കണ്ടത് നമുക്ക് ഒരു എലമെന്റ്സിനെ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ അവിടെ പുഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ 5, അതിന്റെ കൂടെ തന്നെ 6 7 ഒക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് റൺ ചെയ്യാം നമുക്ക്. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, 7 വരെയുള്ള എലമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് പുഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് വരുന്നതാണ് പോപ്പ്. അതായത് റിമൂവ് ദ ലാസ്റ്റ് എലമെന്റ് ഫ്രം ദ അരേ ആൻഡ് റിട്ടേൺസ് ഇറ്റ്. ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ എലമെന്റ്സിനെ ആയിരിക്കും അവിടുന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള എലമെന്റ്സിനെ അത് റിട്ടേൺ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ARR ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വിളിച്ചു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, കൺസോളിൽ ഇവിടെ കോപ്പി ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ്സിനെ ഇവിടെ യൂസ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. 7 അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് വന്നിട്ടുള്ള ആ ഒരു ആൻസറിനകത്ത് 7 ഇല്ല. ഓക്കെ, അത് പോപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പോപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ, അവസാനത്തെ ഒരു അരേന്റെ അവസാനത്തെ ഒരു എലമെന്റ്സ് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അൺഷിഫ്റ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് അൺഷിഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആഡ്സ് വൺ ഓർ മോർ എലമെന്റ് ടു ദ ബിഗിനിങ് ഓഫ് ദ അരേ. നമ്മൾ പുഷ് യൂസ് ചെയ്തതിന്റെ നേരെ വിപരീതമായിട്ട്, അതായത് നമുക്ക് പുഷ് യൂസ് ചെയ്തതിന് എൻഡിങ്ങിൽ ആഡ് ചെയ്യാനായിരുന്നു. അൺഷിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അരേന്റെ ബിഗിനിങ്ങിലോട്ട് എന്ത് ചെയ്യാനായിട്ട്, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി അര ഉണ്ട്, അതിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഇതൊന്ന് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ARR ഡോട്ട് അൺഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് ഇതിനകത്ത് 0 ഇല്ല, അപ്പൊ നമുക്ക് 0 ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരേനെ തന്നെ ജസ്റ്റ് ഇവിടെ താഴെ ഒന്ന് കൺസോൾ ചെയ്യാം. ഓക്കെ, മൂന്നാമത് വരുന്ന ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 1ന്റെ മുമ്പ് നമുക്ക് 0 കൂടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, നമുക്ക് ഒരു എലമെന്റ്സ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, അരേന്റെ ബിഗിനിങ്ങിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ ഒരു 10 കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, 0 into 10 എന്ന് പറയുന്ന എലമെന്റ്സ്, അതുപോലെ തന്നെ നമുക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി, അൺഷിഫ്റ്റ് മനസ്സിലായി. ഇനി വരുന്നതാണ് ഷിഫ്റ്റ്. അതായത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ദ ഫസ്റ്റ് എലമെന്റ് ഫ്രം ദ അരേ ആൻഡ് റിട്ടേൺസ് ഇറ്റ്. ഇവിടെ ഫസ്റ്റ് എലമെന്റ്സിനെ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് അത് റിട്ടേൺ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ARR ഡോട്ട് ഷിഫ്റ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മളൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ കൺസോളിൽ നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 അവിടെ നിന്ന് റിമൂവ് ആവുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് കുറച്ച് സ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 0 അവിടെ റിമൂവ് ആയിട്ടുണ്ട്. 10 1 2 3 ഓക്കെ 4 5. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റത്തെ എലമെന്റ്സ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റ് എന്തിനാണെന്ന് മനസ്സിലായില്ലേ.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കഴിഞ്ഞാൽ സ്പ്ലൈസ്. സ്പ്ലൈസിൽ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക, ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക ഐറ്റംസ് അറ്റ് എ സ്പെസിഫിക് ഇൻഡെക്സ്. ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിലോട്ട് എലമെന്റ്സിനെ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പ്ലൈസിനകത്ത് സ്റ്റാർട്ട് അതുപോലെ തന്നെ ഡിലീറ്റ് കൗണ്ട് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൽ എവിടെ നിന്ന് തുടങ്ങണം എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എത്ര എണ്ണം നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് റെസ്റ്റ് പാരാമീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ എന്താണ് നമുക്ക് എത്ര ആർഗ്യുമെന്റ്സ്, ഇപ്പം ഏതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, ABCD, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ARR.splice അല്ലേ നമുക്ക് വേണ്ടത്, ARR.splice. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് 1ൽ നിന്ന് തുടങ്ങാം. 1ൽ നിന്ന് എത്ര എണ്ണമാണ് ഇനി ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. നമുക്കൊരു 3 എണ്ണം ഡിലീറ്റ് ആക്കിയാലോ, 1 2 3. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 എന്ന് പറഞ്ഞു കൊടുത്ത്. ഇനി സോറി, ഞാൻ കോമ കൊടുക്കുന്നില്ല. ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഇപ്പം 10 കഴിഞ്ഞിട്ട് 1ഉം 2ഉം 3ഉം പോയിട്ടുണ്ട്. 3 എലിമെന്റ്സ് അവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒറിജിനൽ അറേയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ARR തന്നെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ അറേയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലൈസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, റിമൂവ് മാത്രമല്ല നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. അപ്പം അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എലിമെന്റ്സ്, ഞാനിവിടെ സ്ട്രിങ് ആഡ് ചെയ്യാണ്. A അതുപോലെ തന്നെ B, നെക്സ്റ്റ് C. ഓക്കെ, 3 എണ്ണം നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ABC എന്ന് പറയുന്ന ഐറ്റംസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് എവിടെയാണോ, ഏത് എലിമെന്റ്സ് ആണോ അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ളത് ആ ഒരു പൊസിഷനിലോട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം 1 2 3 ഇല്ല ഇവിടെ. അപ്പോൾ 10 കഴിഞ്ഞിട്ട് ABC കഴിഞ്ഞാണ് 4 5 6 വരേണ്ടത്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് 10 ABC. ഓക്കെ, 4 5 6. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കമ്പൈനിങ് ആൻഡ് സ്ലൈസിങ് ആരെ. അതായത് കമ്പൈൻ ചെയ്യുക അതുപോലെ തന്നെ സ്ലൈസിങ്, ഇത് സ്ലൈസ് ചെയ്തെടുക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കമ്പൈൻ ചെയ്യുക, 2 എണ്ണത്തിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊന്നാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോൺകാറ്റ് മെത്തേഡാണ്. അപ്പോൾ അത് എന്താ ചെയ്യുന്നത്, കമ്പൈൻസ് 2 or more arrays ആൻഡ് റിട്ടേൺസ് എ ന്യൂ അറേ. അപ്പോൾ 2 അതിൽ കൂടുതൽ അറേസിനെ എന്ത് ചെയ്യുന്നത്, കൺകാറ്റ് ചെയ്തിട്ട് ഒറ്റ അറേ ആക്കിയിട്ട് മാറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു അറേ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒരു അറേനെ കൂടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ അറേനെ അല്ല, അറേയിലോട്ടല്ല ആഡ് ചെയ്യുന്നത്. സോറി, ഒറിജിനൽ അറേ എന്ത് ചെയ്യില്ല, അത് ട്രാൻസ്ഫോം ഒന്നും ആവില്ല. നമുക്കിത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ARR.concat എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് ഇതിനകത്ത് അതിന് മുമ്പ് നമുക്ക് ഒരു അറേ കൂടെ വേണം. അപ്പം കോൺസ്റ്റ് ARR2 എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇവിടെ നമുക്ക് ഏത് വരെ ഉണ്ട്, 6 വരെ ഉണ്ട് അല്ലേ. ഓക്കെ, ഞാൻ 7 മുതലുള്ളത് കൊടുക്കാം. 7 8 9 ഇത്രയും 3 നമ്പേഴ്സ് മതി നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഓക്കെ, ഈ ARR.concat ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ് 2. ARR2 പാസ് ചെയ്ത് കൊടുത്ത് ഇനി ഞാനിവിടെ കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യുകയാണ്. ഏതാ പ്രിന്റ് ചെയ്യുന്നത്, അരേനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ചേഞ്ച് ഒന്നും കാണില്ല. console.logൽ ഞാൻ കൊടുക്കുകയാണ് ARR പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് 7 8 9 ഇതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ടാവോ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അതായത് നെക്സ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, പെട്ടെന്ന് കമന്റ് ചെയ്യുക എന്താ വരുന്നത് നോക്കാം നമുക്ക്. 7 8 9. ഓക്കെ, ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ആ ഒരു സെയിം എന്ത് ചെയ്തിട്ടുണ്ട്, അരേ തന്നെ താഴെ വന്നിട്ടുണ്ട്. അവിടെ ചേഞ്ച് ആയിട്ടില്ല, നമ്മുടെ അരേ എന്ത് ചെയ്തിട്ടില്ല, കമ്പൈൻ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇനി ഇതിനെ കമ്പൈൻ ആക്കണമെങ്കിൽ നമ്മൾ പുതിയ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പുതിയൊരു അരേ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ടുള്ള 2 അരേസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒറ്റ അരേ ആക്കിയിട്ട് അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്ത അരേനെ നമ്മൾ വാങ്ങണം. അപ്പോൾ അതിനിവിടെ
കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത് കമ്പൈൻഡ് എന്ന് പറഞ്ഞു കൊടുത്ത് സോറി ഇവിടെ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. Ctrl+C. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ കമ്പൈൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു അരേനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ അരേൻ്റെ സൈസൊക്കെ ഒന്ന് കൂടി 10, അതുപോലെ തന്നെ ABC 4 × 5 6 7 8 9 അത്രയും എലമെന്റ്സ് അതിലോട്ട് ആഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കൺകാറ്റ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറക്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്ലൈസ്. ഇവിടെ സ്ലൈസ് എന്ന് പറഞ്ഞ പേരിൻ്റെ അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാക്ട് എ പാർട്ട് ഓഫ് ദ അരേ ഇൻടു എ ന്യൂ അരേ വിത്തൗട്ട് മോഡിഫൈങ് ദ ഒറിജിനൽ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒറിജിനൽ അരേനെ മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല, അതിന് ഒരു എന്ത് ചെയ്യുക സ്പ്ലൈസ് ചെയ്തെടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒറിജിനൽ അരേനെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് സ്ലൈസ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറിജിനൽ അരേനെ ചെയ്യുന്നില്ല നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സ്ലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിളിലോട്ട് തന്നെ അസൈൻ ചെയ്ത് വെക്കാം, ARR. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ കമ്പൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അരേനെ യൂസ് ചെയ്യാം. കമ്പൈൻഡ് എന്ന് പറയുന്ന അരേന് കമ്പൈൻഡ് എന്ന് പറയുന്നത് അരയാണ്, അതിൽ എന്ത് ചെയ്യാം നമുക്ക് സ്ലൈസ് ചെയ്യാം, സ്ലൈസ്. ഓക്കെ, ഇവിടെ വരുന്നത് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് അതുപോലെ തന്നെ എൻഡ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചിലവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ 1 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഇവിടെ ഒരു എക്സാമ്പിളിനകത്ത് കൊടുത്തിട്ട് 1 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4, അതായത് 1 മുതൽ 4 വരെയുള്ള എലിമെന്റ്സ് ആണ് അതിനകത്ത് ഉള്ളത്. 1 നിന്ന് തുടങ്ങും. 1 നിന്ന് തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ 0 ഇൻഡെക്സ് ആണ്. പിന്നെ വരുന്നത് 1 എന്ന് പറയുന്നത് 2 കറക്റ്റ് തന്നെയാണ്. 3 വരെ എന്ന് പറയുമ്പോൾ 0 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0 1 2 3 4 വേണ്ടേ. അപ്പോൾ അവസാനത്തെ ആ ഒരു പൊസിഷനില്ല, അതിന് ഇടയിലുള്ള 1 മുതൽ 3 വരെയുള്ള എലിമെന്റ്സ്. അപ്പൊ 2ഉം 3ഉം ആയിരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യുക സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്ത് കമന്റ് ചെയ്ത് ചോദിച്ചോ. 1 മുതൽ എന്ത് ചെയ്യും സ്റ്റാർട്ടിങ് ചെയ്യും, എൻഡിങ് ചെയ്യുന്ന ആ ഒരു 3 എന്ന് പറയുന്ന ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ അത് വരെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്ലൈസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് ഇവിടെ കൊടുക്കാം. നമുക്ക് ഈ ABCനെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ABC വേണ്ട, ABCനെ നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടി വേണം. അപ്പം 0 1 2 3 4. ഓക്കെ, 4 മുതലുള്ളത് കട്ട് ചെയ്യാം. 4 മുതൽ സ്റ്റാർട്ടിങ് 4ൽ നിന്ന് തുടങ്ങും, എൻഡിങ് ഏത് വരെ 4 5 6 7 വരെ ഉള്ളത് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നിന്ന് 7 അവിടെ ഉണ്ടാവുമോ ഇല്ലേ എന്ന് നോക്കാം. നമുക്ക് console.log സ്ലൈസ്ഡ് എന്ന് പറയുന്ന അരയാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. അരേ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡോ ഒന്നും പ്രിന്റ് ചെയ്തിട്ട് കാര്യമല്ല. സ്ലൈസ്ഡ് എന്ന് പറയുന്ന അര ആ റിട്ടേൺ ചെയ്തിട്ടുള്ളതാണ്, അതിനകത്താണ് ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പം അത് യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 5 6 ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 7 ഇല്ല അവിടെ കണ്ടോ. 7 വരെയുള്ള എലിമെന്റ്സ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻഡിങ്ങിലുള്ളത് 4 മുതലുള്ള, അതായത് ഇവിടെ ഈ ഒരു വരുന്ന നമ്പേഴ്സിന് അനുസരിച്ചല്ല കേട്ടോ. ഇപ്പം ഇവിടെ വരുന്നത് ഒരു 100 എന്നുള്ള ഓക്കെ വലിയ എലമെന്റ്സ്. ഓക്കെ, ആ ഒരു എലമെന്റ്സ് ആണെങ്കിലും അത് അതിൻ്റെ ഇൻഡെക്സ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഇപ്പോൾ 4 100 ആയിരിക്കും, ഇനി നെക്സ്റ്റ് ഒന്നുകൂടി റൺ ചെയ്താൽ കിട്ടുന്നുണ്ടാവുക. കണ്ടോ, സോറി ഇവിടെ പ്രോഗ്രാമേഴ്സ് എന്താ എനി ഇഷ്യൂ, ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. സോറി, ഞാൻ എവിടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ, സോറി ഞാനിവിടെ ഔട്ട്പുട്ടിൻ്റെ അവിടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരേൻ്റെ എലമെൻറ്റ്സിലോട്ട് ഇവിടെ ചേഞ്ച് വരുത്തണം നമ്മൾ. ABC ഓക്കെ 4 ഓക്കെ 7, ഈ 7 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ 4 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം. ഓക്കെ, 410 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് ഇനി ഞാൻ റൺ ചെയ്യാം. ഞാനത് അരയാണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി ചേഞ്ച് ആക്കുന്നത്. ഓക്കെ 4 ഓക്കെ ഇപ്പം ഇവിടെ കിട്ടുന്നത് കണ്ടില്ലേ കറക്റ്റായിട്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് 4 മുതൽ 4ാമത്തെ ഇൻഡെക്സ് മുതൽ എന്ത് ചെയ്യും 7 വരെയുള്ള എലമെൻറ്റ്സിനെ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്ലൈസ് കഴിഞ്ഞ് ഇനി ഫൈൻഡിങ് ആൻഡ് ഫിൽട്ടറിങ് എലമെൻറ്റ്സ്. ഫൈൻഡിങ് ആൻഡ് ഫിൽട്ടറിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫൈൻഡ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഏത് എലമെൻറ്റ്സ് ആണോ വേണ്ടത് അതിനെ ഫൈൻഡ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ എലമെൻറ്റ്സ് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇപ്പം നേരത്തെ വന്നിട്ടുള്ള ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് ഒന്നും ഞാൻ ഇതിന്ന് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ കിടക്കട്ടെ.
ഫൈൻഡിങ് ആൻഡ് ഫിൽറ്ററിങ്. ഇവിടെ ഇൻഡെക്സ് ഓഫ് ഫൈൻഡ് ദ ഫസ്റ്റ് ഒക്വറൻസ് ഇൻഡെക്സ് ഓഫ് ആൻ ഐറ്റം ഓർ റിട്ടേൺസ് -1 ഇഫ് നോട്ട് ഫൗണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കുകയാണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ഒക്വറൻസ് ഇൻഡെക്സ് ഓഫ് ആൻ ഐറ്റം. നമ്മൾ എന്ത് ചെയ്യും, ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് പാസ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റ്സ്, നമ്മുടെ കയ്യിൽ ഒരു വലിയൊരു എലമെന്റ്സ്, അതായത് വലിയൊരു അറേ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ 1 മുതൽ 100 വരെയുള്ള എലമെന്റ്സ് ഉണ്ട്. അതിൽ ഫുള്ള് റാൻഡം എലമെന്റ്സ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇപ്പം 100 എന്ന് അല്ലെങ്കിൽ ഒരു 500 എന്ന് പറയുന്നൊരു വാല്യൂ, ഒരു എലമെന്റ്സ് ആ ഒരു അറേനകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പം നമ്മൾ ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുക. അതിനകത്ത് 500 പാസ് ചെയ്ത് കൊടുക്കുക. 500 പാസ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു അറേയിൽ അത് ചെക്ക് ചെയ്യും. ആ ഒരു എവിടെയാണ് അത് നിൽക്കുന്നത്, അതിൻ്റെ കറക്റ്റ് പൊസിഷൻ, ഇൻഡെക്സ് എവിടെയാണോ അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. ഇനി ആ ഒരു 500 അവിടെ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അത് -1 എന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പം -1 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അപ്പം അതിന് അർത്ഥം മനസ്സിലാക്കുക, അത് അതിനകത്ത് ഇല്ല. കാരണം ഇത് -1 അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ആവുന്നില്ല. കാരണം എപ്പോഴും അറേൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. അതുകൊണ്ട് അത് കൺഫ്യൂഷനൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇൻഡെക്സ് ഓഫ് അല്ലേ? ഓക്കെ, ഇൻഡെക്സ് ഓഫ്. ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കോ, ഇത് I സ്മോൾ ലെറ്റർ ആയിരിക്കും, പിന്നെ ഓഫിൻ്റെ O ക്യാപ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് അറേനെ യൂസ് ചെയ്യും? ഫസ്റ്റ് ഉണ്ടായിരുന്ന അറേനെ യൂസ് ചെയ്താൽ മതിയാ. ARR. ഓക്കെ, ഇവിടെ ഒരു അറേ ഉണ്ട് 1 2 4 9. ഓക്കെ, ഞാൻ ആ അറേനെ യൂസ് ചെയ്യാം. ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ്. ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഏത് വാല്യൂ ഉണ്ട്, നമുക്ക് ഇല്ലാത്തൊരു വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500 അതിനകത്ത് ഉണ്ടോ നോക്കാം. 500 ഇല്ല. ഓക്കെ, അപ്പം ഇത് എന്താ ചെയ്യുന്നത്, ഇത് റിട്ടേൺ ആയിരിക്കും ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ നമ്മളിവിടെ വാങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ലൈക്ക് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പം console.log ഇതിനകത്ത് ഞാൻ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാല്യൂ നിങ്ങൾ എന്തെങ്കിലും മീനിങ് ആയിട്ടുള്ള നെയിം കൊടുക്കുക. ഇവിടെ ഇപ്പം നമ്മൾ എന്താണ്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഞാനിത് റൺ ചെയ്യാണ്. ഓക്കെ, റൺ ചെയ്യുന്ന ടൈമിൽ -1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 അതിനകത്ത് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇല്ലൊരു വാല്യൂ കൊടുക്കാം. 5 അതിനകത്തുണ്ട്. അപ്പം നമുക്ക് 5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 5 ഉണ്ടെങ്കിൽ 5 എവിടെയാണ് ഉള്ളത്, 0 1. അതായത് ഇവിടെ നോക്കിയാൽ ഈ ഒരു എക്സാമ്പിളിനകത്ത് നോക്കിയാൽ, നേരത്തെ ഞാൻ എഡിറ്റ് ചെയ്ത ഭാഗം, ഇവിടെ 5 എന്ന് പറയുന്നത് 1, ആ ഒരു 1 എന്ന് പറയുന്ന ഇൻഡെക്സിനകത്താണ് 5 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കേട്ടോ, സോറി, നേരത്തെ ചെയ്ത നമ്മൾ ഓക്കെ 5 എന്ന് പറയുന്നത് വാല്യൂ. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇതെന്താ റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. ഫൈൻഡ് ദ ഫസ്റ്റ് ഒക്വറൻസ് ഇൻഡെക്സ് ഓഫ് ആൻ ഐറ്റം ഓർ റിട്ടേൺസ് -1 ഇഫ് നോട്ട്. ഇത് ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്, പക്ഷെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 5 എന്ന് പറയുന്ന വാല്യൂ ആണ്. ജസ്റ്റ് വാട്ട് ഹാപ്പൻഡ്, ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ്. നമുക്ക് 6 ഒന്ന് കൊടുത്ത് നോക്കാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി കൺഫ്യൂസ്ഡ്. 6 എന്ന് പറയുന്ന വാല്യൂ ആണല്ലോ വരുന്നത്. ഇതിന് സോറി, ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറേ ആകെ മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ കാരണം. ആക്ച്വലി ഇപ്പം നമ്മൾ 6 ഒക്കെ ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ അറേ മാത്രം ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമുക്ക് ഈ അറേ ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അറേ ആക്ച്വലി ഒറിജിനൽ അറേ ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കേട്ടോ, ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അറേ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 5 എന്ന് പറയുന്ന 5ാമത്തെ പൊസിഷനിൽ 5 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്. കേട്ടോ, 0ൽ 10, പിന്നെ 0 1 2 3 4 5 എന്ന് പറയുന്ന പൊസിഷനിൽ 5 തന്നെയാണ്. അതുപോലെ തന്നെ 6 എന്ന് പറയുന്ന പൊസിഷനിൽ 6 തന്നെയാണ് വരുന്നത്. കാരണം നമ്മളിവിടെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ മുകളിൽ വരുത്തി, അതുകൊണ്ടാണ് നമ്മുടെ ഒറിജിനൽ അറേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ
എന്താ നോക്കാം, 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അതിനകത്ത്. 10 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണ് ഉള്ളത് നോക്കാം നമുക്ക്. ഇതിനകത്ത് ഇൻഡെക്സ് ഓഫിൽ ഞാൻ 10 കൊടുത്തിട്ട് നമ്മൾ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യണം. ഇനി വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി 0 കിട്ടണം. അപ്പം 0 കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആകണ്ട. ഞാൻ ഇതിനകത്ത് ഒരുപാട് ഇതൊക്കെ കമന്റ് ചെയ്ത് വെക്കാത്ത കാരണമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, റൺ ചെയ്യാണ് കേട്ടോ. 0 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയ ഇത് നിങ്ങൾക്ക് കാണുന്നില്ലേ? കറക്റ്റ് 0 ആണ് നമുക്ക് കിട്ടേണ്ടത് അവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഓഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരാം നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടണം നമുക്ക്. അതിനുവേണ്ടി ഫൈൻഡ് ദ ലാസ്റ്റ് ഒക്കറൻസ് ഓഫ് ദ ഇൻഡെക്സ് ഓഫ് ആൻ ഐറ്റം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടൈമിൽ ഇൻഡെക്സ് ഓഫിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെയിം എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മുടെ അരയിനകത്ത് നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അരേൻ്റെ ഇവിടെ ഈ ഒരു 2 3 നമുക്കിവിടെ ഒരു 2 3 10 കൂടെ ആഡ് ചെയ്ത് കൊടുത്താലോ? ഇവിടെ ഒരു 10. ഓക്കെ, അഗൈൻ 10. ഇപ്പോഴും 0 തന്നെ വരിക, കാരണം ഫസ്റ്റ് ഇത് 10 എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് ഇവിടെയാണ്. അപ്പം ഇതിനെ മാറ്റിയിട്ട് നമുക്ക് 11 ആക്കാം. അപ്പോൾ ഫസ്റ്റ് 10 വന്നിട്ടുള്ളത് ഇതിനകത്ത് ആകെ ഇതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒറിജിനൽ അരയിൽ നമ്മൾ ചേഞ്ചസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടുന്ന് മെല്ലെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എലമെന്റ്സ് സെയിം എലമെന്റ്സ് നമ്മൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പോൾ. അപ്പോൾ 2 ഉണ്ടാകുന്ന ടൈമിൽ എന്താ, ഫസ്റ്റ് ഏത് 2 ആണോ വരുന്നത്, ഫസ്റ്റ് 2 എവിടെയാണോ അത് കണ്ടുപിടിക്കുന്നത്, ആ ഒരു ഇൻഡെക്സ് ഏതാണോ അതായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ആൻ ഐറ്റം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്ത് അതിനകത്ത് നമ്മളൊരു ഐറ്റം പാസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ 10 ഉണ്ടോ എന്ന് നോക്കി. അപ്പം അതിനകത്ത് എവിടെയാണോ അവസാനമായിട്ട് ആ ഒരു എലിമെന്റ്സ് എവിടെയാണോ വരുന്നത് അതായിരിക്കും അത് നോക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ അര ഒന്നുകൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് അര എങ്ങനെ ഇരിക്കുന്നു. ഇപ്പം അര ഇരിക്കുന്നത് 10. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഒരു 10 കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് അരയിൽ 2 10 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് അവസാനത്തെ 10ന്റെ ഇൻഡെക്സ് ഏതാണെന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് വാല്യൂ 2 എന്ന് പറഞ്ഞു കൊടുക്കാം. വാല്യൂ 2 ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റിന്റെ ഫസ്റ്റത്തെ L സ്മോൾ ആണ്, പിന്നെ ഐന്റെ ക്യാപ്സ് ആയിരിക്കും, പിന്നെ ഓഫിന്റെ ഇതുപോലെ ക്യാപ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ 10 എവിടെയാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്, 10ന്റെ ലാസ്റ്റ് ഇൻഡെക്സ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന കൺഫ്യൂഷനും ഒക്കെ ഇതിനകത്ത് തന്നെ തീർക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഞാൻ അപ്പം തന്നെ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ വാല്യൂ 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. വാല്യൂ 2 അതായത് 10 എവിടെയാണ് വന്നിട്ടുള്ളത്, വാല്യൂ 2. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തിട്ടില്ലല്ലേ. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗിൽ വാല്യൂ 2 പ്രിന്റ് ചെയ്തു. അപ്പം 10ന്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം 0 1 2 3 4 5. അതെ, കറക്റ്റ് തന്നെയാണ്. 5 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് അവസാനമായിട്ട് 10 വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ലീഡ് കോഡിനകത്ത് ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആവശ്യം വരും, നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഫൈൻഡ് എന്ന് പറയുന്നത് കോൾ ബാക്ക്. ഫൈൻഡിനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന കോൾ ബാക്ക് റിട്ടേൺസ് ദ ഫസ്റ്റ് എലമെന്റ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫൈൻഡിനകത്ത് കൊടുക്കുന്ന ഒരു കോൾ ബാക്ക് ആണ്. അപ്പോൾ ഈ കോൾ ബാക്ക് സാറ്റിസ്ഫൈ ആകുന്ന ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളിനകത്ത് കൊടുത്തിട്ടുള്ള കോൺസ്റ്റ് ARR 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് x ഗ്രേറ്റർ ദാൻ 1, 1നേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഏതാണോ അതിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്നത് ഏതാണ് അതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാനിപ്പം പറഞ്ഞുതരാം.
അപ്പോൾ അത് റിട്ടേൺ ചെയ്യാണെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ നമുക്കിവിടെ ഇനി പുതിയ ഒരു എലിമെൻറ്റ്സ് ഇവിടെ ആവശ്യമുണ്ട്. കോൺസ്റ്റ് വാല്യൂ 3 അസൈൻ ARR ഡോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഫൈൻഡ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതായത് ഒരു കോൾ ബാക്ക് മെത്തേഡ്, കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കുക. കോൾ ബാക്ക് ഞാൻ സിമ്പിളായിട്ട് നേരത്തെ അവിടെ നമ്മൾ കണ്ട പോലെ തന്നെ ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആരോ ഫംഗ്ഷൻ ആണ് ഒന്നുകൂടി നമുക്ക് സിമ്പിളായിട്ട്, നിങ്ങൾക്ക് നോർമലി ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലൂപ്പ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാനിവിടെ ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞ് കൊടുത്ത്, അപ്പോൾ എക്സ് ആരോ ഫംഗ്ഷൻ ഇതാക്കി കൊടുത്ത്, ഇതിനകത്ത് നമുക്ക് എക്സ് എന്ത് ചെയ്യാം, നമ്മുടെ ലാസ്റ്റുള്ള ഈ ഒരു ARR നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിനകത്ത് ഇപ്പം എല്ലാ നമ്പേഴ്സും 4 വലിയ നമ്പേഴ്സൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ 4. ഇനി കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വാല്യൂ 3 കൊടുത്ത് പ്രിന്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാല്യൂ 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്താണ്, ഒറ്റ വാല്യൂ. നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നമുക്ക് 10 എന്ന് പറയുന്ന ഔട്ട്പുട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫൈൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതാണോ 4നേക്കാൾ വലിയ സംഖ്യ, ഫസ്റ്റ് ഏതാണോ അവിടെ വരുന്നത് അതാണ് അവിടെ പ്രിന്റ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ലെസ് ദാൻ ഏതാ കൊടുക്കാം, ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ലെസ് ദാൻ 6 വരുന്നത് 5 മാത്രമാണ്. അപ്പോൾ അത് ഫസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് അവിടെ പ്രിന്റ് ആയിട്ട് വരും. നോക്കാം കേട്ടോ, ഇവിടെ 2 5, ഒന്ന് നേരത്തെ 5, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് വാല്യൂ 3ന്റെ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അത് വരുന്നത്. ഫസ്റ്റ് ഏതാണോ വരുന്നത് അതാണ് അവിടെ കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഫൈൻഡ് ഇൻഡെക്സ് നമ്മൾ നോക്കി, ഫൈൻഡ് ഇൻഡെക്സ്. ഓക്കെ, ഫൈൻഡ് ആണ് നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഇൻഡെക്സിലും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൾ ബാക്ക് തന്നെയാണ് അത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കോൾ ബാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആരോ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റിട്ടേൺ ദ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയത് നമുക്ക് 5 കിട്ടിയിട്ടുള്ളത്. ലെസ് ദാൻ 6 ഏതാണ്, 5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 5ന്റെ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു സെയിം സംഭവം തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റ് വാല്യൂ 4 എന്ന് പറഞ്ഞ് കൊടുത്ത് ഞാൻ ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ്. ഓക്കെ, ARR ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ എക്സ് ആരോ ഫംഗ്ഷൻ കൊടുക്കാം. എക്സ് ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഫസ്റ്റ് ആണ്. ഇൻഡെക്സ് ഓഫ് ഫൈൻഡ് ഇൻഡെക്സ് ഓഫ്. ഓക്കെ, ഫൈൻഡ് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഫൈൻഡ് ഇൻഡെക്സ് വരുന്നത്. ഇനി നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ 4 റൺ ചെയ്യാം. ARR ഡോട്ട് ഫൈൻഡ് ഇൻഡെക്സ്, ഫൈൻഡ് ഇൻഡെക്സിൻ്റെ ക്യാപ്സ് ആണ് വരുന്നത് I. ഓക്കെ, 5 എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത് 5ന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 6 ആണ്. 0 1 2 3 4 5 6 എന്ന് പറയുന്ന ഇൻഡെക്സിനകത്താണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്, അപ്പോൾ അത് മനസ്സിലായില്ലേ, ആദ്യം വരുന്ന ആ ഒരു ഇൻഡെക്സ് ആണ്, അത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഫിൽട്ടർ ക്രിയേറ്റ്സ് എ ന്യൂ അറേ വിത്ത് എലമെന്റ്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ. അപ്പം ഫിൽട്ടർ ചെയ്യുന്നത് എന്താണ്, ഒരു പുതിയ അറേ ഉണ്ടാക്കും ദാറ്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ. ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനകത്ത് നമുക്ക് എന്താണോ ഔട്ട്പുട്ട് അത് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, അത് എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് ഒരു പുതിയ അറേ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പം ഇവിടെ നമ്മൾ കോൺസ്റ്റ്, ഇനി നമുക്ക് വേറെ നെയിം യൂസ് ചെയ്യാം. ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം യൂസ് ചെയ്യാണ്. ARR ഡോട്ട് ഫിൽറ്റർ. ഓക്കെ, ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, സെയിം. ഇപ്പോൾ
ആരോ ഫംഗ്ഷനകത്ത് ചിലപ്പോൾ പലർക്കും ഡൗട്ട്സ് ഒക്കെ വരുന്നുണ്ടാവും. ആരോ ഫംഗ്ഷൻ എക്സാക്ട്ലി ഇങ്ങനെ രണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കേർലി ബ്രാക്കറ്റ് കൊടുത്ത് അതിനകത്ത് എക്സ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആരോ മാർക്ക് ഇട്ട് പിന്നെ വീണ്ടും പിന്നെ എന്ത് ചെയ്യുക, കേർലി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് റിട്ടേൺ എന്ന് കൊടുത്ത് ഈ ഒരു രീതിയിൽ ഇപ്പോൾ എക്സ് ലെസ് ദാൻ ആ ഒരു ഇക്വേഷൻ എക്സ് ലെസ് ദാൻ 6 എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഈ ഒരു രീതിയിൽ കൊടുക്കുക. ഇത്രയും കൊടുക്കുന്ന ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതും നോക്കാം നമുക്ക്. ഫിൽറ്റേർഡിൻ്റെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഫിൽറ്റേർഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 5 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5-നേക്കാൾ, അതായത് എക്സ് എന്ന് പറയുന്ന എക്സ് വാല്യൂ 6-നേക്കാൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 5 മാത്രമാണ്. 5 മാത്രമാണ് അവിടെ എന്തുള്ളത്, 6-നേക്കാൾ ചെറിയ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ അതിന് മാത്രം റിട്ടേൺ ചെയ്തു. ഫിൽറ്റർ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു അരയായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൂടി നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതുന്നതിന് പകരമാണ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലോട്ട് മാറ്റുന്നത്. റിട്ടേൺ എന്ന് പറയുന്നത് ഒറ്റ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു രീതിയിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ പാരന്തസിസ് ഒന്നും ഇടണ്ട. ഓക്കെ, ഈ ഒരു സിമ്പിൾ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. കണ്ടോ 5 കണ്ടോ ഈ ഒരു അര. അപ്പോൾ ഈ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ആരോ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ട്രാൻസ്ഫോമിങ് അരേസ്. അരേനെ ട്രാൻസ്ഫോം ചെയ്യാണ്. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്ത് വേറെ രീതിയിലോട്ട് മാറ്റാം. ഇവിടെ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അവിടെ ക്രിയേറ്റ്സ് എ ന്യൂ അരേ വിത്ത് ദ റിസൾട്ട് ഓഫ് കോളിംഗ് ദ കോൾ ബാക്ക് ഫംഗ്ഷൻ ഓൺ ഈച്ച് എലമെന്റ്. ഇവിടെ പുതിയൊരു അരേനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷന്. ഓക്കെ, നമുക്ക് നോക്കാം. കോൺസ്റ്റ് അരേ നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം പറഞ്ഞുതരാം. കോൺസ്റ്റ് അരേ 1 2 3 എന്ന് പറഞ്ഞ അരേ ഉണ്ട്. കോൺസ്റ്റ് മാപ്ഡ് എന്ന് പറഞ്ഞ ഒരു അരേ ഡോട്ട് മാപ്പ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അരേനെ ജസ്റ്റ് എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്തിട്ടുള്ള പുതിയ അരേ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അരയിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഏത് അരയാണ് ഉള്ളത്, നമ്മൾ നേരത്തെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒറിജിനൽ അരേ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്നുകൂടി കൺഫേം ചെയ്യാം. മാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒറിജിനൽ അരേ ഉള്ളത്. ഇപ്പം അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് കോൺസ്റ്റ് മാപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ കൊടുക്കാം ഡോട്ട് മാപ്പ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് റെഡി ആക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഡോട്ട് മാപ്പ്. ഇതിനകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ എക്സ് ആരോ ഫംഗ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ എക്സ് മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. സോറി, മോഡ് 2 ഒന്നും വേണ്ട, എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഒറിജിനൽ അരയിലുള്ള ഓരോ വാല്യൂസിനെയും എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 10 വരുന്ന ടൈമിൽ 20, അതുപോലെ തന്നെ ഇപ്പോൾ 5-ൻ്റെ ഒക്കെ 10 എന്ന് പറഞ്ഞു വരും, 6-ൻ്റെ ഒക്കെ 12 എന്നൊക്കെ പറഞ്ഞു വരും. നമുക്ക് ആ മാപ്ഡ് അരേ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോറി, കൺസോൾ ഡോട്ട് ലോഗ് മാപ്ഡ് എന്ന് പറയുന്ന അരേ ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. റൺ എന്ന് പറഞ്ഞു കൊടുത്ത് ഓക്കെ. ഇവിടെ ഒരു കേസ് വന്നിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ നമ്മളെ 10-നെ മാറ്റി 20 ആക്കി. അതുപോലെ തന്നെ ഇവിടെ 20 കിട്ടി, 10 12 820. അപ്പോൾ എല്ലാ എലമെന്റ്സിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒറിജിനൽ അരേനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു പുതിയ അര ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതിൽ ABC ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട് നോട്ട് എ നമ്പർ എന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ജസ്റ്റ് കോൺസ്റ്റ് ഫിൽറ്റേർഡ് 2 എന്ന് പറഞ്ഞു കൊടുത്ത്, ഫിൽറ്റേർഡ് 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് എന്താ കൊടുക്കാം, ഡോട്ട് ഫിൽറ്റർ. നമുക്ക് ആദ്യം ഫിൽറ്റർ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യുക, ഇപ്പം ടൈപ്പ് ഓഫ്
ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു വാല്യൂ കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ടൈപ്പ് ഈക്വൽസ് ടു നമ്പർ ആണോ നോക്കാം, നമുക്ക് നമ്പർ ആണോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്പർ ആണോ നോക്കാം. ഈ ഫിൽറ്റേർഡ് 2 ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം ആദ്യം. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ് ഫിൽറ്റേർഡ് 2 എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ. ഓക്കെ, 10 410. ഓക്കെ, ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്പേഴ്സിനെ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് മാപ്പ് യൂസ് ചെയ്യണം. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തു. അതിൽ നിന്ന് നമ്പേഴ്സ്, അതായത് നമ്പർ ടൈപ്പ് വരുന്ന ആ ഒരു എലമെന്റ്സിനെ മാത്രമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിനൊക്കെ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പം നമ്മൾ വേറെ ഇനി എഴുതേണ്ട ആവശ്യമില്ല, ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. നമുക്ക് എക്സ് ആരോ ഫംഗ്ഷൻ ഓക്കെ ഇൻറ്റു മോഡിഫൈ ചെയ്യാം, 2 കൊണ്ട് മോഡിഫൈ ചെയ്യാം. ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റിട്ടേൺ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഇതും ഫിൽറ്റേർഡ് 2 തന്നെയാണ്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഈ 10 ഒക്കെ 20 ആയിട്ട്, അതുപോലെ തന്നെ 420 820 ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് തന്നെ കണ്ടോ നമ്മുടെ ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് പോകുന്നത് എന്നുള്ള ഒരു രീതിയിലൊക്കെ മനസ്സിലായില്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നോട്ട് നമ്പറിനൊക്കെ ഫസ്റ്റ് പ്രിന്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് റെഡ്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പം ഇതും വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്യാം. റെഡ്യൂസിൽ ഫസ്റ്റ് വരുന്ന ഒരു കോൾ ബാക്ക് ഫംഗ്ഷന്, പിന്നെ ഇനീഷ്യൽ വാല്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് സീനില്ല, നമുക്ക് ചെയ്യാം. റെഡ്യൂസ് ദ അറേ ടു എ സിംഗിൾ വാല്യൂ ബൈ അക്യുമുലേറ്റിംഗ് റിസൾട്ട്. ഈ റെഡ്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി എന്താണ് റിട്ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാല്യൂ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒറ്റ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്തിട്ട് ഒറ്റ വാല്യൂ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു അരയുണ്ട്, ആ അരയത്തെ എല്ലാ എലിമെന്റ്സിൻ്റെയും സമ്മൊക്കെ നമുക്ക് കാണണം. സമ്മ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എലിമെന്റ്സിനെയും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകണം. ആ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫിൽറ്റേർഡ് 2 ഉണ്ട്. ഫിൽറ്റേർഡ് 2 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റ് ഓക്കെ പുതിയ അരയൊന്നും കൊടുക്കണ്ട, സമ്മ് ജസ്റ്റ് പുതിയൊരു വേരിയബിളിലോട്ട് കൊടുത്താൽ മതി. കോൺസ്റ്റ് നമുക്ക് റെഡ്യൂസ്ഡ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ സമ്മ് തന്നെ കൊടുക്കുക, അവിടെ കൊടുത്ത പോലെ ARR ഡോട്ട് റെഡ്യൂസ് എന്ന് മതി. ARR ഡോട്ട് റെഡ്യൂസ്. ഇതിന് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയും. ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിന് വേണ്ടിയിട്ട് അക്യുമുലേറ്റർ കോമ കറൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് അതിനെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. അക്യുമുലേറ്റർ കറൻറ്റ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആരോ ഫംഗ്ഷൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇതിന് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു ആരോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം, അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കൊടുത്ത് അക്യുമുലേറ്റർ അതുപോലെ തന്നെ കറൻറ്റ്. അക്യുമുലേറ്ററിലായിരിക്കും എന്തുണ്ടാവുക, ഇതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അതിലായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ വേണം. ഫസ്റ്റ് ആരോ ഫംഗ്ഷന് ഞാനിവിടെ കൊടുത്ത് നെക്സ്റ്റ് എന്താ നമുക്ക് അക്യുമുലേറ്റർ പ്ലസ് കറൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഓക്കെ. ഇത്ര സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി രണ്ടും കൂടെ ആഡ് ആയിട്ട് വരും. ഇനീഷ്യൽ വാല്യൂ നമുക്ക് 0 ആയിട്ടും കൊടുത്ത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി നമ്മുടെ റെഡ്യൂസ് ഫംഗ്ഷൻ ആ ഒരു ഫംഗ്ഷൻ്റെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്യുമുലേറ്റർ എന്ന് പറയുന്നതിലുള്ള വാല്യൂ ഓരോ തവണയും അത് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിന് സമ്മ് പ്ലസ് അസൈൻ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറേ ഓഫ് ഐ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ, അറയിലുള്ള ഓരോ വാല്യൂനെയും അതിൻ്റെ കൂടെ സമ്മ് ചെയ്ത് പോവില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകും.
പിന്നെ ഈ 0 എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇനീഷ്യൽ വാല്യൂ. ഇതുവരെ ഉള്ളതാണ് എന്ത് പറയുന്നത്, ആദ്യത്തെ ആ ഒരു കോൾ ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു കോൾ ബാക്ക്. ഓക്കെ, ഈ ഒരു കോൾ ബാക്ക് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട് ഇത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. console.log സം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടലാണ് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള നമ്മൾ ARRനെയാണ്, സോറി, ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഫണ്ണിയാണ്. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാല്യൂ ആക്കി മാറ്റം എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മളെ അടുത്ത ഒരു അര ഉണ്ടായിരുന്നു, അതിനൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ സ്ട്രിങ്ങും ഉണ്ടായിരുന്നു, എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ വാല്യൂ ആക്കി മാറ്റി. പക്ഷെ ഈ രീതിയിലല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ARRനെ അല്ല, ഫിൽറ്റേർഡ് ആയിട്ടുള്ള അരേ ആ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഫിൽറ്റേർഡ് 2 എന്ന് പറയുന്ന അരേനെ കൊടുക്കാം. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ ആയിട്ട് കിട്ടും, സമ്മ് കിട്ടുള്ളൂ അതിൻ്റെ. ഓക്കെ, 882 ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നതാണ് 882. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ നമ്പേഴ്സും അതുപോലെ തന്നെ സ്ട്രിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റ ഒരു സ്ട്രിങ് പോലെ ആ ഒരു രീതിയിലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെഡ്യൂസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി വരുന്നത് റെഡ്യൂസ് നോക്കി. റെഡ്യൂസ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോൾ ബാക്ക് അതുപോലെ തന്നെ ഇനീഷ്യൽ വാല്യൂ വരുന്നുണ്ട്. സിമിലർ ടു റെഡ്യൂസ് ബട്ട് ഓപ്പറേറ്റ്സ് ഫ്രം ദ ലാസ്റ്റ് എലമെന്റ് ടു ദ ഫസ്റ്റ്. അവസാനത്തെ എലമെന്റ് മുതൽ ഫസ്റ്റിലോട്ടാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, റെഡ്യൂസ് റൈറ്റ് സെയിം രീതിയിൽ തന്നെ കോൾ ബാക്ക് ഫംഗ്ഷനും കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇനീഷ്യൽ വാല്യൂ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അവസാനത്തിന് ഇങ്ങോട്ടായിരിക്കും ആക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ കേസിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ചെക്ക് അറേ എലമെന്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവരി എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കോൾ ബാക്ക് കൊടുക്കുന്നുണ്ട്. ചെക്സ് ഇഫ് എവരി എലമെന്റ്സ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ. നമ്മൾ അതിൽ കൊടുക്കുന്ന ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് റിട്ടേൺ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും, അത് സാറ്റിസ്ഫൈ ആവുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ നമ്മുടെ ഫിൽറ്റർ കോൺസ്റ്റ് വാല്യൂ നമ്മൾ ഏതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാല്യൂ 4 വരെയാണ് നമ്മൾ നേരത്തെ കൊടുത്തത്. ഓക്കെ, വാല്യൂ 5 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ ഫിൽറ്റേർഡ് 2 എന്ന് പറയുന്ന അരേനെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റേർഡ് 2 എന്ന് പറയുന്ന അരേനെയാണ് മോഡിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഫിൽറ്റേർഡ് 2 ഡോട്ട് എവരി ഇവിടെ നമുക്ക് നമ്മുടെ ആരോ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം. എക്സ് ഞാനിവിടെ കൊടുക്കുന്നത് ഈ ഒരു വാല്യൂ അതിനേക്കാൾ ഇപ്പോൾ നമ്മുടെ ഫിൽറ്റേർഡ് 2 എന്ന് പറയുന്ന ആരെയാണ് ഇവിടെ നമ്മൾ പ്രിന്റ് ആയിട്ടുള്ളത് 20. അപ്പോൾ 10 അതുപോലെ തന്നെ 12 15നേക്കാൾ വലിയ സംഖ്യകൾ മാത്രം നമുക്ക് ഇതാക്കാം. അപ്പോൾ 15 എക്സ് ഗ്രേറ്റർ ദാൻ 15 ആണ് നോക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, എക്സ് ഗ്രേറ്റർ ദാൻ 15. അപ്പോൾ 15നേക്കാൾ മുകളിലുള്ള വാല്യൂസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യുന്നുണ്ടോ നോക്കാം. console.log വാല്യൂ 5. ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ 15നേക്കാൾ വലിയ വാല്യൂസ്. ഓക്കെ, സോറി, എവരി എന്ന് പറയുന്നത് ഇഫ് എവരി എലിമെന്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ റിട്ടേൺസ്. എല്ലാ ഇതും അതിനെ സാറ്റിസ്ഫൈ ചെയ്യും. എല്ലാതും 15നേക്കാൾ വലുതാണോ? അല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഫാൾസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണെച്ചെങ്കിലും എന്ത് ചെയ്യും, അത് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് കാര്യമില്ല. ഫുൾ എലിമെന്റ്സും എല്ലാ എലിമെന്റ്സും എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ആവണം. ഇനി ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആവുന്ന ഇനി വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ സം എന്ന് പറയുന്നുണ്ട്. ചെക്ക് ഇഫ് അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് സാറ്റിസ്ഫൈ ദ കോൾ ബാക്ക് ഫംഗ്ഷൻ റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. ഏതെങ്കിലും ഒരു എലമെന്റ്സ് ഇനി സെയിം തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു സെയിം കണ്ടീഷൻ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്, ഇവിടെ പേസ്റ്റ് ചെയ്ത് ഫിൽറ്റർ എവരി എന്നുള്ളത് സം എന്ന് പറഞ്ഞു കൊടുത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആണോ, അതായത് 15നേക്കാൾ വലിയ ഏതെങ്കിലും ഒരു എലമെന്റ്സ് ആ ഒരു അരയിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഫാൾസിന്റെ താഴെ നമുക്ക് എന്താ വരുന്നത് നോക്കാം, ട്രൂ എന്ന് വരുന്നുണ്ട്.
ഓക്കെ വാല്യൂ 5 നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. വാല്യൂ 6 യൂസ് ചെയ്യാം. എന്നിട്ട് കൺസോളിനകത്ത് പ്രിൻറ്റും ചെയ്തിട്ടില്ല. ഓക്കെ അതും പ്രിൻ്റ് ചെയ്യാം. റൺ കൊടുത്ത് ഓക്കെ ട്രൂ വന്നിട്ടുണ്ട്. കാരണം ഒരു എലമെൻറ്റ്സ് 15നേക്കാൾ വലിയ എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ 20 വന്നപ്പോൾ തന്നെ ഇത് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടാവും. ഓക്കെ അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഭാഗത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമല്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ചെക്ക് ഇഫ് ദ അറേ കണ്ടെയ്ൻസ് എ സ്പെസിഫൈഡ് എലമെന്റ്സ് റിട്ടേൺ ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള മെത്തേഡിനകത്ത് നമ്മളൊരു എലമെന്റ്സ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെന്റ്സ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്, അതായത് ട്രൂ എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഫാൾസ്. ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അതുകൂടെ ചെക്ക് ചെയ്യാം. കോൺസ്റ്റ് വാല്യൂ 7. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുന്നുണ്ടോ, വാല്യൂ 7 ഫിൽറ്റേർഡ് ചെയ്ത ഈ ഒരു അറേ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ ഫിൽറ്റേർഡ് ടു ഡോട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇൻക്ലൂഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോറി ഇൻക്ലൂഡ്സ്. ഓക്കെ ഇതിനകത്ത് എന്തുണ്ടോയെന്ന് നോക്കാം. നമ്മൾ 20 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ നമുക്ക് 12 ഉണ്ടോ നോക്കാം. 12 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ട്രൂ ആയിട്ട് ഒരു ട്രൂവും കൂടി നമുക്ക് ഇവിടെ കിട്ടണം. ഓക്കെ നമ്മൾ ഇതിവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റ് വാല്യൂ 7 നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വാല്യൂ 7 കൂടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ കൂടെ കിട്ടിയിട്ടുണ്ട്. യെസ് കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സോർട്ടിങ് ആൻഡ് റിവേഴ്സിങ്. ഇവിടെ ഫസ്റ്റ് വരുന്നത് സോർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഒരു അറേനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കോൺസ്റ്റ് ARR എന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു അറേ കൊടുക്കാം. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസെൻഡിങ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. നമുക്ക് റാൻഡം ആയിട്ട് കൊടുക്കാം. 3 2 1 4 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ARR ഡോട്ട് സോർട്ട് എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുകയാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള. ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ അറേനകത്ത് തന്നെ അത് സോർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അസൈൻ ചെയ്ത് വെക്കൊന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്താൽ മതി. ARR എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിവേഴ്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ അപ്പോൾ ഇവിടെ റിവേഴ്സ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഒരു അറേനെ റിവേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കൂടുതലൊന്നും ചെയ്യേണ്ട, ARR ഡോട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. റിവേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇനി നമുക്ക് കൺസോളിനകത്ത് സെയിം തന്നെ പ്രിന്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ARR എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ആയിട്ടുള്ള അറേ ഇവിടെ കിട്ടും. ഓക്കെ 4 3 2 1 എന്ന് പറഞ്ഞിട്ട് നേരെ അതിനെ റിവേഴ്സ് ആക്കിയിട്ടുണ്ട് അറേ. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത് രണ്ടും, റിവേഴ്സും അതുപോലെ തന്നെ സോർട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജോയിനിങ് ആൻഡ് സ്പ്ലിറ്റിംഗ് അറേ. അപ്പോൾ അറേനെ ജോയിനിങ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ജോയിൻ എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പുതിയ അറേനെ എടുക്കാം. അപ്പം ഇവിടെ കോൺസ്റ്റ് ARR എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. പക്ഷെ നമ്മുടെ അറേ നെയിം ARR നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ARR2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ കോൺസ്റ്റ് ARR2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ARR ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ് ചെയ്യുക, ഇത് റിട്ടേൺ ചെയ്യുന്ന എലമെന്റ്സിനെ, അതായത് ഒരു അറേനെ ആയിരിക്കും, അറേ അല്ല ഒറ്റ സ്ട്രിങ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു വേരിയബിളിലോട്ട് വെക്കണം. കോൺസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. ARR ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു സിംഗിൾ കോട്ട്സ് കൊടുക്കണം. നിങ്ങൾ ഇവിടെ കണ്ടതുപോലെ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനകത്ത് ഒരു ഇതുപോലെ ഐഫൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഐഫൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഈ റിസൾട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം. കൺസോൾ ഡോട്ട് ലോഗിൽ
റിസൾട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ABC എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടും. ഒറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോറി, നമ്മൾ ARRനെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ARR2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഒറിജിനൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ നേരത്തെ അവിടെ കണ്ട പോലെ ABC എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ട, നമുക്ക് ABC എന്ന് പറയുന്നത് ഒറ്റ നെയിം രൂപത്തിലൊക്കെ, ചിലപ്പോൾ നമ്മുടെ നെയിമൊക്കെ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലുണ്ടാവും. അല്ലെങ്കിൽ അതിനൊക്കെ ഒറ്റ നെയിമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഒറ്റ സ്ട്രിങ് ആക്കി മാറ്റണമെങ്കിൽ ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ജോയിനകത്ത് കൊടുത്താൽ മതി. എന്നിട്ട് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ABC ഒറ്റ സ്ട്രിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളാണത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും നിങ്ങൾ. ഇനി എട്ടാമത്തെ എന്ന് പറയുന്നത് ഓക്കെ, ജോയിനിങ് ആൻഡ് സ്പ്ലിറ്റിംഗ് നമ്മൾ നോക്കി. ഇനി ഫില്ലിംഗ് ആൻഡ് ഇനീഷ്യലൈസിങ് ആരെ. ഫില്ല് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഫില്ല് ചെയ്യാൻ മീൻസ് ഫിൽസ് എലമെന്റ്സ് വിത്ത് എ സ്പെസിഫൈഡ് വാല്യൂ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു വാല്യൂ, അതായത് ഒരു ആർഗ്യുമെന്റ് കൊടുക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്ത് വാല്യൂ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് 0 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റാർട്ട് എൻഡ് എന്ന് പറയുന്ന രണ്ട് ഇതും കൂടി കൊടുക്കുന്നുണ്ട്, ആർഗ്യുമെന്റ്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം എവിടെ മുതൽ ഏത് വരെയാണ് ഈ ഫസ്റ്റ് കൊടുത്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഒറിജിനൽ അറേ, ഈ ഫസ്റ്റ് ഉള്ള അറേയിൽ ARRനകത്ത് 3 2 1 4 ഓക്കെ, ഇത്ര എലമെന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്താലോ, 0 ആക്കി മാറ്റിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ARR.fill എന്ന് പറഞ്ഞു കൊടുത്ത്, ARR.fill എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് 0 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത്. അതുപോലെ തന്നെ നമുക്ക് 0 മുതൽ ഏത് വരെ വേണം, 0 1 2 3 വരെ വേണം. അപ്പോൾ 0 മുതൽ 3 വരെ എന്ന് പറഞ്ഞു കൊടുത്ത്. ഇനി നമുക്ക് ഇത് ഒറിജിനൽ അറേനെ ആണോ മാറ്റുന്നത്, അതോ ഇനി വേറെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കണമെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കാം. നമുക്ക് console.logൽ നോക്കാം, ഒറിജിനൽ അറേനെ ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 0 മുതൽ 0 1 2 3 ഓക്കെ. ഇപ്പോൾ എൻഡിങ് നമ്മൾ എത്ര കൊടുക്കണം, 0 1 2 3 4 വരെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് എന്താവുള്ളൂ, അവസാനത്തത് വരെ അത് ഫില്ലാവുള്ളൂ. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ അറേനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് മോഡിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഫില്ലായിട്ട്. എക്സാമ്പിളിന് നമ്മൾ പറയാം, നമുക്ക് ഏത് പൊസിഷൻ മുതൽ ഏത് വരെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഈ ഒരു 0 കൊടുക്കണമെങ്കിൽ ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ വാല്യൂ കൊടുക്കുക, പിന്നെ സ്റ്റാർട്ട്, അതുപോലെ തന്നെ എൻഡ് വരെ കൊടുക്കുക. ഓക്കെ, ആ ഒരു രീതിയിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഫ്രം എന്തിനാ യൂസ് ചെയ്യുന്നത്, ക്രിയേറ്റ്സ് എ ന്യൂ അറേ ഫ്രം ആൻ അറേ ലൈക്ക് ഓർ ഐട്രബിൾ. ഓക്കെ, അതായത് നമുക്കിപ്പം ഇതിനകത്ത് നമ്മളൊരു സ്ട്രിങ് ഒക്കെ പാസ് ചെയ്ത് കൊടുത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൂപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അറേ ആക്കിയിട്ട് മാറ്റാം. സിമ്പിളായിട്ട് നമ്മളൊരു സ്ട്രിങ് കൊടുത്ത് അതിനെന്ത് ചെയ്യുക, ലൂപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ഒരു അറേ രൂപത്തിലോട്ട് മാറ്റാം. array.from. ഓക്കെ, ഞാൻ ഒന്ന് ജസ്റ്റ് താഴോട്ട് സ്പേസ് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇവിടെ കോൺസ്റ്റ്, ഇവിടെ നമുക്ക് result2 എന്ന് പറഞ്ഞു കൊടുക്കാം. result2 array.from. ഇതിനകത്ത് നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ, ഇപ്പം നമുക്ക് ഒരു സ്ട്രിങ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞ്, നമ്മളവിടെ കണ്ടതുപോലെ തന്നെ ഹലോ എന്ന് പറഞ്ഞു കൊടുത്ത്. ഇനി ഇതിനെ നമുക്ക് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു അറയായി മാറ്റിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ console.logനകത്ത് നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്തു, result2 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ HELLO ഓക്കെ, HELLO ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ എന്ന് പറയുന്നതിനെ ഒരു അറേ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ലൂപ്പ് ആക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും, ഇതുപോലെ സ്ട്രിങ്ങിലൊക്കെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് array.from എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുക അവിടെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് array.off. അപ്പോൾ ഈ array.off എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് എത്ര എലമെന്റ്സ് ആണോ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പുതിയ അറേ ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതും റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കോൺസ്റ്റ് result3 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ array.off. അറേ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക.
അതാണ് അരേ. ഓക്കെ, അരേ ഡോട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇനി നമുക്ക് പുതിയൊരു അരേ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് 5 6 7 8 9 ഇത്രയും നമ്പേഴ്സ് ഉള്ള ഒരു അരേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകാം. ഞാൻ ഇത്ര എലമെന്റ്സ് ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് റിസൾട്ട് 3. ഓക്കെ, റൺ ചെയ്ത് നോക്കിയപ്പോൾ 5 6 7 8 9 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു അരേ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പുതിയൊരു അരേനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനമായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഫൈൻഡിങ് അരേ ഇൻഫർമേഷൻ, അതായത് അരേൻ്റെ എലമെന്റ്സിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സിമ്പിളാണ്. ARR ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോഗിനകത്ത് കൊടുക്കാം കൺസോൾ ഡോട്ട് ലോഗ്. ഞാൻ എന്ത് ചെയ്യുക ARR ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ അരേൻ്റെ ലെങ്ത് എത്രയാണ് 4 ARR എന്ന് പറയുന്നത്. ഇതിൽ 4 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അരേൻ്റെ കുറച്ച് ഇൻബിൽറ്റ് മെത്തേഡ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത്, അതായത് സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് ആണോ അതുപോലെ തന്നെ വേറെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.